നമ്മൾ മക്കളൊക്കെ റിസൾട്ടൊക്കെ അറിഞ്ഞ് മാർക്കൊക്കെ വിലയിരുത്തി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള ചിന്തകളും ഒക്കെ ഉള്ള മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിൽ ഒരു സൈഡിൽ രക്ഷിതാക്കളുടെ റിയാക്ഷൻ, അവരുടെ പ്രതീക്ഷയ്ക്ക് ഉയർന്നവർ ഉയരാത്തവർ, ആ റെസ്പോൺസും ഇതൊക്കെ ഒരു തലത്തിൽ വരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒറ്റ കാര്യം. ഈ മാർക്കാണോ എല്ലാം നമ്മുടെ അടുത്ത മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിയന്ത്രിക്കുന്നത്? നല്ല മാർക്കൊക്കെ എഗ്രീഡ്, പക്ഷെ അതിനോടൊപ്പം ലോകത്ത് വിജയിച്ച് വെന്നിക്കൊടി പാറിച്ചവർ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു ചോദ്യമാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്. 0 വട്ടപൂജ്യം മാത്തമാറ്റിക്സിൽ വാങ്ങിയ ആളാണ് ഞാൻ. എന്നിട്ടും ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഊർജ്ജമന്ത്രിമാരുടെ വേദിയായ ഇൻ്റർനാഷണൽ എനർജി ഫോറത്തിലെ ഫിനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മാർക്കാണ് എല്ലാം എന്നുള്ളത്? അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങളുണ്ട്. നിങ്ങൾ അതിലേക്കൊന്ന് ശ്രദ്ധ ചെലുത്താൻ നിങ്ങൾ തയ്യാറാണോ? ഒന്നാമത്തെ, ഏറ്റവും ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു കാര്യം നമ്മളൊക്കെ നോക്കിക്കാണുന്നു. അവിടെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത, നിങ്ങളുടെ ലൈഫിനകത്ത് കുതിച്ചുയരാൻ വളരെ നല്ല രീതിയിൽ നിങ്ങളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ലീഡർഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ്. ഒരു നല്ല ലീഡർക്ക് മാത്രമേ അത് നിങ്ങൾക്ക് എവിടുന്നും പഠിക്കാൻ കഴിയില്ല, പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. ഉണ്ടാക്കിയെടുക്കണം, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് NSS ക്യാമ്പുകൾ ഉണ്ടായിരുന്നു, ബ്ലഡ് ഡൊണേഴ്സ് ഗ്രൂപ്പ്, എലക്ഷൻ മത്സരിക്കുക. ഞാൻ രാഷ്ട്രീയത്തിൻ്റെതെല്ലാം ഞാൻ പറയുന്നു, അല്ലാതെ തന്നെ ഹൗസ് ക്യാപ്റ്റന്മാരാവുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. നിങ്ങൾ ലീഡറായിരിക്കണം അറ്റ് എവറി ലെവൽ. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഏറ്റവും മനോഹരമായിട്ട്, ഒന്നിൽ കൂടുതൽ ആളുകളായിട്ട് മനോഹരമായി നിങ്ങളുടെ ആശയം കൈമാറാൻ കഴിയണം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നിങ്ങളൊരു എത്തിക്സ്, വാല്യൂസ് മുറുകെ പിടിച്ചു പോകുന്നവരാകുക. ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ കഴിയുക. ഇതുണ്ടെങ്കിൽ ലോകം കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മാർക്കിനേക്കാൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ, ഷാർപ്പൺ ചെയ്താൽ, മുന്നോട്ടുള്ള യാത്ര നിങ്ങൾ എവിടെയും നിങ്ങൾ തലകുനിക്കേണ്ടി വരില്ല.